ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാദ് പാലക്കാട്. ഞാൻ മാത്രമല്ല, നമ്മളെ രാജാത്തിയും കൂടി ഉണ്ട്. രാജാത്തി കളിച്ചോണ്ടിരിക്കുകയാണോ? നമ്മൾ ഇന്റർ വരെ. ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ രാജാത്തിയാണ്. എൻ്റെ സ്വന്തം രാജാത്തിയാണ്. നിങ്ങളെന്നെ മറന്നോ? കുറേ ദിവസമായി ഞാൻ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. ഞാൻ സ്കൂളിൽ തിരക്കിലായിരുന്നു. സ്കൂളിൽ പോണ തിരക്കിലാണോ? അതുകൊണ്ടാണ് ഇപ്പൊ വിളിക്കാത്തത്. എന്നാൽ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ കൊണ്ടുവന്നിരിക്കണേ അല്ലേ? എന്ത് വീഡിയോ എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഇന്ന് നമ്മൾ സാധാ പോലെ റിയൽ എസ്റ്റേറ്റ് വീഡിയോ ഒന്നല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വ്യത്യസ്തമായ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. വെറും അൺബോക്സിംഗ് അല്ല, നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സിംഗ്. അയ്യടാ, യൂട്യൂബിൽ ഒരു പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു ഹാപ്പിയിലാണ് രാജാത്തി ഞാനൊക്കെ അല്ലേ. സത്യം പറഞ്ഞ ഒരു വർഷം മുന്നേ നമുക്ക് എലിജിബിൾ ആയതാണ്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ. അപ്ലൈ ചെയ്യാണ്ടിട്ട് യൂട്യൂബ് തരൂല്ല. അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ശരി അപ്ലൈ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചല്ലേ. അങ്ങനെ അപ്ലൈ ചെയ്തു. സംഭവം വഴി തെറ്റാതെ വീട്ടിലെത്തി. എന്തായാലും കാണിക്കല്ലേ രാജാത്തി? തുറക്കല്ലേ? എന്തൊക്കെ പിന്നെ വിശേഷം? അപ്പോൾ സ്കൂളിലൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ വിപ്പാൻ്റെ വീഡിയോയിൽ വന്നൂടെ? അല്ലെങ്കിൽ രാജാത്തിനെ എല്ലാവരും മറന്നു പോവില്ലേ? അങ്ങനെയാണോ? ഇങ്ങനെ തിരിച്ചു വയ്ക്കാം. ആഹാ, കുറേ സംഭവം ഉണ്ടല്ലോ. ഇതെന്താണ്? റെക്കഗ്നൈസ് യുവർ ടീം അല്ലേ? റെക്കഗ്നൈസ്. ഇനി അടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ? ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? അതാണ് ചോദിക്കണത്. ഭയങ്കരമായൊരു ചോദ്യമാണ് അല്ലേ? അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഫസ്റ്റ് സബ്സ്ക്രൈബർ ആണെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് സബ്സ്ക്രൈബർ ആണെങ്കിലും 100ാമത്തെ ആണെങ്കിലും 1,00,000 തികഞ്ഞതാണെങ്കിലും ആരായാലും പിന്നെ നമുക്ക് എന്തുണ്ട്? സന്തോഷമുണ്ട്. നമ്മളെ അല്ലേ? ഒന്ന് സന്തോഷം പറഞ്ഞേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി നിങ്ങൾക്ക് നൽകുന്നു. ആഹാ, അത്ര അടിപൊളിയായിട്ട് പറയണ്ടല്ലോ. അപ്പോൾ എന്താ, നീൽമോഹൻ അയച്ച ഒരു തന്ന ഒരു സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വായിക്കുന്നില്ല. ഒരുപാട് പേര് വായിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വേറെന്താ, ഒരു കൺഗ്രാജുലേഷൻ പെട്ട ഒരു അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ പ്ലേ ബട്ടൺ എടുത്ത് നോക്കാം അല്ലേ? അടിപൊളിയല്ലേ? ഹാപ്പിയായാ? ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നൊക്കെ നിറയെ ഗിഫ്റ്റ്. അപ്പോൾ ഇപ്പാക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് കാണണം ഇങ്ങനെ പറയുന്നതാണ്. ഇപ്പം സന്തോഷമായില്ലേ? എവിടെ നോക്കട്ടെ. അല്ലോ, നമ്മുടെ രാജാത്തിൻ്റെ സന്തോഷമാണ് നമുക്ക് വേണ്ടത് അല്ലേ? പ്ലേ ബട്ടൺ കിട്ടുന്നതിനേക്കുള്ള സന്തോഷമാണ്. ഇപ്പം കുട്ടിപ്പാനോടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ. അപ്പോൾ എന്തായാലും പ്ലേ ബട്ടണൊക്കെ കിട്ടി. വളരെ ഹാപ്പി. രാജാത്തി പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന, ചാനൽ കാണുന്ന, സ്കിപ്പ് ചെയ്യാതെ അല്ലേ പ്രോഗ്രാമൊക്കെ കാണുന്ന നമ്മുടെ വിലപ്പെട്ട നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരോടും രാജാത്തി പറഞ്ഞ പോലെ മുഴുവൻ സ്നേഹവും അല്ലേ, അതുപോലെ കടപ്പാടും. അപ്പോൾ എന്തായാലും പിന്നെ ഇനി നമുക്ക് എന്താ വേണ്ടത്? സിൽവർ കഴിഞ്ഞ് ഇനി ഗോൾഡ് അടിക്കണ്ടേ? ആര് വിചാരിക്കണം? നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയോ അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി വിചാരിക്കണം അല്ലേ? അവർ കാണുന്നതനുസരിച്ച് കൂടുന്നതനുസരിച്ചാണ് അല്ലേ? അപ്പോൾ എന്തായാലും വളരെ 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 ഹാപ്പി. നല്ലൊരു അടിപൊളി അല്ലേ? നമ്മുടെ ലോഗോയിൽ എന്താണ് പേരൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചിരുന്നവർ. അപ്പോൾ നമ്മൾ നിഷാദ് പാലക്കാട് നിന്ന് കൊടുത്തിരിക്കുന്നു അല്ലേ? 1,00,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഓക്കെ, തീർച്ചയായിട്ടും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക പ്ലേ ബട്ടൺ തരുന്നതിലുപരിയില്ലേ, നമ്മൾ അത്യാവശ്യം ചിലവിന് വേണ്ട കാശൊക്കെയാണ് യൂട്യൂബ് തന്നുകൊണ്ടിരിക്കണില്ലേ. തുടക്കം മുതൽ തുടങ്ങി 1.5 മാസം മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ? അതിനാണ് കൂടുതൽ നമ്മൾ നന്ദി പറയുന്നത് അല്ലേ? ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ കാശ് തരുന്നൊക്കെ കുറച്ച് പിശുക്കത്തരം കാണിക്കേണ്ട യൂട്യൂബ്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ പിശുക്ക് മാറണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അപ്പോൾ നല്ലപോലെ പറയും. ഇങ്ങനെ മിണ്ടായിരുന്ന എങ്ങനെ? എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നമ്മൾ നേരത്തെ രാജാത്തി ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൊക്കെ വരുന്നില്ലേ? ഇപ്പം അങ്ങനെ വീഡിയോയിൽ വരുന്നില്ലല്ലോ. സ്കൂളിൽ പോകണതാണ് കാരണം. പിന്നെ സ്കൂൾ വെക്കേഷൻ ആവാറായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമോ? വരുമല്ലോ അല്ലേ? നേരത്തെ നമ്മൾ ഫിഷിൻ്റെയും ഡക്കിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുമ്പോൾ രാജാത്തിയാണ് കൂടുതൽ സംസാരിക്കുക. ഇപ്പം അത് മൈക്ക് പോലും തരില്ല. ഇപ്പോൾ നമ്മൾ ഡബിൾ മൈക്ക് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സംസാരിക്കുക. അപ്പോൾ എന്തായാലും പിന്നെ വളരെ എന്താ പറയുക, പ്രത്യേകിച്ച് എന്താ ഇനി പറയണ്ടോ? സ്കൂളത്തെ വിശേഷം ഒന്നും പറയണ്ടോ? പറയാനില്ല. ഇന്നലെ റിപ്പബ്ലിക് ഡേൻ്റെ കിസ് പ്രോഗ്രാമിൽ സർട്ടിഫിക്കറ്റും കൊണ്ട് രാജാത്തി വന്നത്. അപ്പോൾ
അവൾ ആ സർട്ടിഫിക്കറ്റ് തരുന്നതോടുകൂടിയാണ് ഞാൻ കൊറിയർ കിട്ടി ഞാൻ ബാഗിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ രാജാത്തിൻ്റെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തത് അല്ലേ? അപ്പോൾ ഹാപ്പി ആയില്ലേ? ഇപ്പൊക്കെ സമ്മാനം കിട്ടുന്ന കണ്ടില്ലേ? ഹാപ്പി അല്ലേ? അപ്പം എനിക്ക് ഒരേ ദിവസം തന്നെയാണ് എനിക്ക് എൻ്റെ ഉപ്പാക്ക് സമ്മാനങ്ങൾ കിട്ടിയത് അല്ലേ? ആ അപ്പോൾ എന്തായാലും പിന്നെ അതും യൂട്യൂബിനാണ് അതിനും താങ്ക്സ് പറയേണ്ടത്. കാരണം യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്. ക്വിസ് പ്രോഗ്രാമിന് വേണ്ട ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വൈഫോ ഞാനൊക്കെ ചെറിയ ചെറിയ തിരക്കിലായിരുന്നു. പക്ഷേ സ്വന്തമായിട്ട് യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്ത് പുതിയ അല്ല ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിച്ച് ആണ് പ്രൈസ് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ഉണ്ട്. പിന്നെ അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് രാജാത്തിനെ കൊണ്ടുവരാം. ഇല്ല രാജാത്തി? ഇടയ്ക്ക് വരണം കേട്ടാ. ഒരു രസമല്ലേ? വേറെന്താ പിന്നെ? വേറെ ഒന്നുമില്ല. വ്ളോഗ് ചെയ്യുമ്പോൾ അതൊന്നും കളിച്ചിരിക്കരുത്. വ്ളോഗ് പറയണം, ആളുകൾ പറഞ്ഞാലല്ലേ ഓർമ്മ ഉണ്ടാവുക. ഉള്ളു പിന്നെ പുഞ്ചിരിക്കുട്ടിയാണ് പുഞ്ചിരിക്കുട്ടി. പണ്ടൊരു വീടിൽ രാജാത്തി എന്നെ പിടിച്ച് പറഞ്ഞു പുഞ്ചിരിക്കുട്ടി എന്നല്ലേ. അപ്പം എന്തായാലും വേറെ ഒന്നും പറയണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്കിന്ന് എല്ലാവരോടും എന്താ ചെയ്യുക, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.